പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ 4ാമത്തെ മൊഡ്യൂളിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ, ജനാധിപത്യ പ്രക്രിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ വൽക്കരണം നടക്കുക, അല്ലെങ്കിൽ ക്രിമിനലുകൾ ഇടപെടുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ആ ഒരു ക്രിമിനലുകൾ ഇടപെടുക എന്ന് പറയുമ്പോൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നാട്ടിലെ ഗുണ്ടകൾ അല്ലെങ്കിൽ നാട്ടിലെ മാഫിയകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇടപെടുന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വേർഡാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കാണ് ആധിപത്യം ഉണ്ടാവേണ്ടത് അല്ലേ? എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് വേണം, എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾ വേണം. എന്നാൽ അവിടെയൊക്കെ ഈ ക്രിമിനലുകൾ മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ അപകടത്തിലാകും. അപ്പോൾ സമകാലിക ഇന്ത്യയിൽ നമുക്ക് പല പ്രദേശങ്ങളിലും അറിയാൻ പറ്റും, അവിടെയൊക്കെ പലപ്പോഴും ക്രിമിനലുകളാണ് രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നതെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ കാരണത്താൽ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ഗുണ്ടാ തലവന്മാർ അല്ലെങ്കിൽ മാഫിയകൾ അങ്ങനെയുള്ളവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് അവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് വരികയും ചെയ്യുക എന്നതാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പലപ്പോഴും പല നാടുകളിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ക്രിമിനലുകൾ മത്സരിക്കുകയും അവർ പിന്നെ അധികാരത്തിലെത്തുകയും അങ്ങനെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വീണ്ടും വർദ്ധിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ കൊലപാതകം ഉണ്ടാകും, ബലാത്സംഗം ഉണ്ടാകും, തട്ടിപ്പുകളുണ്ടാകും, പിന്നെ സംഘടിതമായിട്ട് ഗ്രൂപ്പായിട്ട് വന്ന് പലയിടങ്ങളിലും ആക്രമണം നടത്തുന്ന രീതികളുണ്ടാകും, പിന്നെ ഭരണത്തിലൊക്കെ വലിയ അഴിമതി ഉണ്ടാകും, പിന്നെ സൈബർ ഇടങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാകും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ക്രിമിനലുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വഴി ഉണ്ടാകും. പിന്നെ അതോടൊപ്പം പ്രാദേശികവാദം, അവരവരുടെ പ്രദേശത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വാദിക്കുന്ന സിസ്റ്റം ഉണ്ടാകും. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നേടിയെടുക്കാൻ പലപ്പോഴും പല രീതികളിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ക്രിമിനലുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് വഴി സമൂഹത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. പ്രധാനമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്രിമിനലുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ ദാരിദ്ര്യം വർദ്ധിക്കും, നിരക്ഷരത വർദ്ധിക്കും, പിന്നെ ജാതി സമവാക്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലും മറ്റുമൊക്കെ ഇവർ ഇടപെടുന്നത് വഴി ജനാധിപത്യത്തിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ക്രിമിനലുകളെ തടയുന്നതിന്, അതായത് രാഷ്ട്രീയത്തിൽ ക്രിമിനലുകൾ ഇടപെടുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രീതികളിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണമൊക്കെ ഇന്ത്യയിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും പല നാടുകളും ഇപ്പോൾ ഭരിക്കുന്നത് ഈ ക്രിമിനലുകളുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ സമൂഹത്തിൽ അഴിമതി വർദ്ധിക്കുന്നതോടൊപ്പം ഭരണത്തിൽ കാര്യനിർവഹണം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ വരിക. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നിയമം വന്നു കഴിഞ്ഞാൽ ഈ ക്രിമിനലുകൾ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. അപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നാട്ടിൽ ആ നിയമം നടപ്പിലാക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാകും. പിന്നെ പലപ്പോഴും നല്ല ഓഫീസർമാർ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കൊല്ലപ്പെടുക. അതായത് ഇങ്ങനെ കൊലപാതകം വർദ്ധിക്കുക, ഈ ക്രിമിനൽ നേതാക്കന്മാർക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ആക്രമിക്കുക, അങ്ങനെ അല്ലെങ്കിൽ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഗുണ്ടാ പ്രവർത്തനങ്ങളിലൂടെ നേരിടുക. ഇങ്ങനെയുള്ള പല രീതികളിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് വോറ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്രിമിനൽ പ്രവർത്തനങ്ങളെ എങ്ങനെ തടയാം, അതിന് എന്തെല്ലാം രീതികളിലുള്ള നിയമനിർമ്മാണങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഗവൺമെൻറ് വോറ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ വോറ കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ കൃത്യമായ തീരുമാനങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ പക്ഷേ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ റെഡി ആയില്ല എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സിനെ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളും നടപ്പിലാക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നിർമ്മിക്കണമെന്നും അത് പുതിയ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക്
തടയിടാൻ കഴിയുള്ളൂ എന്നുള്ളതും അദ്ദേഹം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് എഫിഷ്യൻ്റായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, നടന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായിട്ട് പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കണമെന്നും അതോടൊപ്പം ക്രിമിനൽ പ്രവർത്തനങ്ങളിലുള്ളവരെ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്തണം എന്നുള്ള രീതികളിലൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് വന്നത്. പക്ഷേ പലപ്പോഴും അതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സിനെ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പലപ്പോഴും ജുഡീഷ്യൽ ഇടപെടൽ എന്ന് വെച്ചാൽ കോടതിൻ്റെ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷനിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കാനാണ് ഒരുപാട് വിധികൾ സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഫയൽ ചെയ്യുന്ന സത്യവാങ്മൂലങ്ങളിൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, ആസ്തികൾ, ബാധ്യതകൾ എന്നിവ വെളിപ്പെടുത്തണമെന്ന് കോടതി നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ക്രിമിനൽ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്രിമിനൽ കേസിൽ കുറ്റവാളിയായിട്ട് കോടതി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഒരാളെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആസ്തികൾ, അവർക്ക് എത്രത്തോളം സമ്പത്തുണ്ട്, ഓരോ വർഷവും എത്ര വർധനവുണ്ട്, ബാധ്യതകളുണ്ടോ, ഇതൊക്കെ പരിശോധിച്ച ശേഷം മാത്രം അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ മതി എന്നുള്ള കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. പിന്നെ സിറ്റിംഗ് MP-മാർക്കും MLA-മാർക്കും ഇതിനായിട്ടുള്ള ക്രിമിനൽ കേസുകൾ വേഗത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ കോടതികളുടെ വിധിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയിൽ ഓരോ സ്ഥാനാർത്ഥിക്കും അന്തിമമായിട്ടുള്ള അംഗീകാരം നൽകുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബൂത്ത് പിടിച്ചെടുക്കുക, ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ ബൂത്ത് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പ് ദുഷ്പ്രയോഗങ്ങളും ദുരുപയോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ വോട്ടർമാർക്ക് അവബോധം ഉണ്ടാക്കുക, അതായത് നമ്മൾ ക്രിമിനലുകൾക്കല്ല വോട്ട് ചെയ്യേണ്ടത്, അവർ പറയുന്ന ആൾക്കുമല്ല വോട്ട് ചെയ്യേണ്ടത്, പകരം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ രാഷ്ട്രീയക്കാരുടെ അയോഗ്യതയുടെ കാര്യത്തിലും ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെടുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിൽ ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല നിയമനിർമ്മാണങ്ങളും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയത്തിൽ ക്രിമിനലുകൾ കടന്നു വരുന്നതിന് തടയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചില സ്ഥാനാർത്ഥികളുടെ അയോഗ്യത. മറ്റൊന്നാണ് ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കൂടുതൽ തടയാൻ നിയമനിർമ്മാണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിമിനലുകളെ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കമ്മീഷനായിരുന്നു വോറ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ 2005 RTI വിവരാവകാശ നിയമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിയുടെയും, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പോകുന്ന ഏതൊരു വ്യക്തിയുടെയും ആസ്തി വിവരങ്ങളും ക്രിമിനൽ പശ്ചാത്തലമൊക്കെ വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ കഴിയുന്നു. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ തന്നെ പലതരത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പരിപാടികൾ ഒരുപാട് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കാൻ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ഈ വെല്ലുവിളികൾ, എന്തെല്ലാമാണ് ഇതിൻ്റെയൊക്കെ പരിമിതികൾ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന കാര്യങ്ങൾ, അതായത് ക്രിമിനലുകളെ മാറ്റി നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സുതാര്യമായി നടക്കണം എന്നുള്ള ആ ഒരു ആശയം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിനൊന്നും റെഡിയല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കുറേ ക്രിമിനൽ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് മെല്ലെ പോകുന്ന ജുഡീഷ്യൽ പ്രക്രിയ, സ്ലോ ജുഡീഷ്യൽ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാളെ കുറ്റവാളി പ്രതിയായി കഴിഞ്ഞാൽ അയാൾക്ക് മത്സരിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറ്റവാളിയായിട്ട് അന്തിമ ഫലം വന്നാണ്ട് അദ്ദേഹം കുറ്റവാളിയാണ് തെളിഞ്ഞാൽ മാത്രമേ മത്സരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന കേസുകളാണ്. അപ്പം കോടതിയുടെ അന്തിമ വിധി വരാത്തത് കാരണത്താൽ ഒരാളെ പൂർണ്ണമായും കുറ്റവാളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ജുഡീഷ്യൽ സംവിധാനം പതുക്കെ ആയത് കാരണത്താൽ ഒരുപാട് ക്രിമിനലുകൾ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്, മത്സരിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്.
അങ്ങനെ ഈ നടപ്പിലാക്കാനുള്ള കാലതാമസം, പിന്നെ നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണത്താലും ക്രിമിനൽ പ്രവർത്തനം ഇന്ത്യയിൽ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ സങ്കീർണമായിട്ടുള്ള, അതായത് ക്രിമിനൽ കേസും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരും രാഷ്ട്രീയക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പലപ്പോഴും ഈ വെട്ടാനും കുത്താനൊക്കെ ക്രിമിനലുകൾ ഉണ്ടാവും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധം കാരണത്താൽ നമ്മുടെ രാജ്യത്ത് ഈ ക്രിമിനലുകൾക്കെതിരെയുള്ള നിയമം വരുമ്പോൾ അതൊക്കെ നടപ്പിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്രിമിനൽ പ്രവർത്തനം എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത് ഇന്ത്യയിൽ കൃത്യമായിട്ട് അവസാനിപ്പിച്ചാൽ മാത്രമേ ജനാധിപത്യം അതിൻ്റേതായ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.